Hello everyone and welcome back to our channel. സോ നമ്മളിപ്പോൾ എത്തിക്കൽ ഹാക്കിംഗ് സീരീസിൽ വെബ് ആപ്ലിക്കേഷൻ ടെസ്റ്റിംഗ് ആണ് നോക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് കവർ ചെയ്തതെന്ന് വെച്ചാൽ പാത്ത് ട്രാവേഴ്സൽ വൾനറബിലിറ്റി എന്താണ്, അതുപോലെ സർവർ സൈഡ് വൾനറബിലിറ്റി എന്താണ്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്നതാണ് ഈ പാത്ത് ട്രാവേഴ്സൽ വൾനറബിലിറ്റി. ഓക്കെ, സോ അതെന്താണ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. അതുപോലെ നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഈ ഒരു വൾനറബിലിറ്റി ഫൈൻഡ് ചെയ്യുന്നുള്ള കാര്യവും കാണിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പോയിട്ട് ആ ഒരു വീഡിയോ കാണുക. അതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ അത് ചെയ്ത് നോക്കുക. കാര്യം ഹാക്കിംഗ് ജസ്റ്റ് കണ്ട് പഠിക്കാൻ പറ്റില്ല, ജസ്റ്റ് നിങ്ങൾ ചെയ്താൽ മാത്രമേ പഠിക്കാൻ പറ്റൂ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താണ് കവർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സർവർ സൈഡ് വൾനറബിലിറ്റിക്ക് അകത്ത് വരുന്ന രണ്ടാമത്തെ വൾനറബിലിറ്റിയാണ് ബ്രോക്കൺ ആക്സസ് കൺട്രോൾ. ഓക്കെ, പ്രിവിലേജ് എസ്കലേഷൻ എന്നൊക്കെ പറയുന്ന വൾനറബിലിറ്റീസാണ്. ഓക്കെ, സോ ഞാൻ ഇന്ന് PPTയും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ഞാൻ ഏത് ഇതിലാണോ പറഞ്ഞിരുന്ന ആ ലാബ് പോർച്ചുഗൽ അക്കാഡമി ലാബിൽ പോയിട്ട് ഡയറക്റ്റ് നമുക്ക് ചെയ്ത് തന്നെ പഠിക്കാം. ഓക്കെ, സോ അതിനായിട്ട് നിങ്ങൾ ബ്രൗസറിൽ പോവുക. ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പാത്ത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ആക്സസ് കൺട്രോളിൽ എത്തി നിൽക്കേണ്ടതാണ്. ഓക്കെ, ആക്ച്വലി ഇവിടെ നമുക്ക് 12 സ്ലൈഡ്സാണ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് എന്താണ് ആക്സസ് കൺട്രോൾ വൾനറബിലിറ്റി നോക്കാം. ഓക്കെ, സോ ആക്സസ് കൺട്രോൾ വൾനറബിലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ കൺസിഡർ ചെയ്യുക. അതിൽ പ്രോപ്പറായിട്ട് ഓരോ യൂസർക്കും ഓരോ ആക്സസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് മാത്രമേ എൻ്റെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ ലോഗിൻ ചെയ്ത് കയറാവൂ എന്നൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഇല്ലെങ്കിൽ അഡ്മിന് ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. അഡ്മിന് കുറേ ഫങ്ഷനാലിറ്റിയൊക്കെ ഓപ്പൺ ആയിരിക്കും, ബട്ട് യൂസറിന് ആ ഫങ്ഷനാലിറ്റിയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആയിരിക്കില്ല. ഓക്കെ, അങ്ങനെ കുറേ ആക്സസ് കൺട്രോൾ ഒരു വെബ് ആപ്ലിക്കേഷനിൽ നോർമലി കൊടുക്കും. ഓക്കെ, അതിൽ നമ്മളെ എന്തെങ്കിലും വീഴ്ച വരുത്തുക, അതിൽ ഉണ്ടാകുന്ന ഒരു വൾനറബിലിറ്റിയാണ് ഈ ആക്സസ് കൺട്രോൾ വൾനറബിലിറ്റീസ്. മെയിൻലി ഇത് ഉണ്ടാവാനുള്ള റീസൺ മെയിൻലി ഒതൻറ്റിക്കേഷൻ ഫെയിലർ, അതുപോലെ സെഷൻ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആക്സസ് കൺട്രോൾ എടുക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഈ ഒരു വൾനറബിലിറ്റി മെയിൻലി ഒക്കറാവുന്നത്. ഈ ഒതൻറ്റിക്കേഷൻ റിലേറ്റഡ് വൾനറബിലിറ്റി മീൻസ് ഇപ്പോൾ വീക്കായിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക, നമ്മൾ ലോഗിനിൽ 1 2 3 4 ഒക്കെ കൊടുക്കുക, ഇല്ലെങ്കിൽ എൻ്റെ വേറൊരാളുടെ ഇമെയിൽ ID കൊടുത്തിട്ട് എൻ്റെ പാസ്വേഡൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കയറിപ്പോൾ അങ്ങനത്തെ അതൊന്നും വരില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു വൾനറബിലിറ്റി മെയിൻലി ലോഗിൻ പേജ് റിലേറ്റഡ് വൾനറബിലിറ്റിയാണ് ഈ ഒതൻറ്റിക്കേഷൻ റിലേറ്റഡ് വൾനറബിലിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെഷൻ മാനേജ്മെൻറ്റ് റിലേറ്റഡ് വൾനറബിലിറ്റി. ആക്ച്വലി അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി ഒരു സെഷൻ ക്രിയേറ്റ് ആവും. ഓക്കെ, ആ ഒരു സെഷൻ വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ കുക്കീസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള റിക്വസ്റ്റ് പ്രോപ്പറായിട്ട് ഓതറൈസ് ആയിട്ടുള്ള ആളുടെ കയ്യിൽ നിന്നാണോ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് ഈ സെഷൻ മാനേജ്മെൻറ്റ് ചെയ്യാതിരിക്കുമ്പോൾ ഈ സെഷൻ എക്സ്പയർ ആവാതിരിക്കുക എന്ന് വെച്ചാൽ ഇപ്പോൾ ലോഗിൻ ചെയ്ത സെഷൻ കുറേ എത്ര നാൾ വേണമെങ്കിലും എക്സ്പയർ ആവാതെ ആ ഒരു സെഷൻ വെച്ച് നമുക്ക് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ അയക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് സെഷൻ മാനേജ്മെൻറ്റ് റിലേറ്റഡ് വൾനറബിലിറ്റീസ് ആണ്. ഓക്കെ, സോ അത് കാരണം ഈ ഒരു വൾനറബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ആക്സസ് കൺട്രോൾ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു അഡ്മിന് ഒരുപാട് ഫങ്ഷനാലിറ്റി കാണും. ആ ഒരു ഫങ്ഷനാലിറ്റി എല്ലാം അഡ്മിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. ലൈക്ക് യൂസറിനെ ഡിലീറ്റ് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. യൂസറിന് ചെറിയ പെർമിഷൻസേ കാണും, ജസ്റ്റ് വ്യൂ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള പെർമിഷനാണ് ഈ യൂസറിന് കൊടുത്തിട്ടുള്ളത്. ബട്ട് യൂസറിനൊരു വേറൊരു യൂസറിനെ ഡിലീറ്റ് ആക്കാൻ പറ്റുക അല്ലെങ്കിൽ അഡ്മിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ യൂസറിന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഈ ആക്സസ് കൺട്രോൾ വയലേഷനാണ്, ആ ഒരു വൾനറബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെയിൻലി ഈ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ ആണ് ഈ ഒരു വൾനറബിലിറ്റി പറയുന്നത്. അത് ഒരു ക്രിട്ടിക്കലായിട്ടുള്ള വൾനറബിലിറ്റിയാണ്. ഓക്കെ, സോ മെയിൻലി ഇതൊക്കെ ആവുന്നത് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ സെഷൻ മാനേജ്മെൻറ്റൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാത്തതിൻ്റെ പാർട്ടായിട്ടാണ് ഈ ഒരു വൾനറബിലിറ്റി വരുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിന് ഡിലീറ്റ് യൂസറിനെ ഡിലീറ്റ് ചെയ്യാൻ അഡ്മിന് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ബട്ട് അതൊരു അറ്റാക്കർ അല്ലെങ്കിൽ വേറൊരു യൂസറിന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഈ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ വൾനറബിലിറ്റിയാണ്. അതുപോലെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് ചെക്ക് ചെയ്യുന്നത്, അതുപോലെ നമ്മളൊരു ട്രാൻസ്ഫർ നടത്തുന്നത്, അതൊക്കെ നമുക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്.
അതൊക്കെ ഒരു അറ്റാക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതും ഈ ഒരു ബ്രോക്കൺ ആക്സസ് കൺട്രോൾ വൾനറബിലിറ്റിക്ക് അണ്ടറിൽ വരും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇതുപോലെ ഒരുപാട് ഫങ്ഷനാലിറ്റി നമുക്ക് ഈ ഒരു വൾനറബിലിറ്റിക്ക് അകത്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മെയിൻലി ഈ ബ്രോക്കൺ ആക്സസ് കൺട്രോളിൻ്റെ അകത്ത് വരുന്നതാണ് ഈ പ്രിവിലേജ് എസ്കലേഷൻ. അത് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ ഉണ്ട്, ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ ഉണ്ട്. ഓക്കെ, സോ വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ യൂസറിൻ്റെ മുകളിലുള്ള ആര്, ലൈക്ക് യൂസറിൻ്റെ മുകളിൽ ചിലപ്പോൾ മാനേജർ എന്ന് പറഞ്ഞ് കാണും, അല്ലെങ്കിൽ അഡ്മിൻ എന്ന് പറഞ്ഞ് കാണും എന്നൊക്കെ പറഞ്ഞ് കുറേ റോൾസും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ഓക്കെ, സോ യൂസറിന് പെർമിറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ, യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, യൂസറിനേക്കാളും പ്രിവിലേജ് കൂടുതലുള്ള ആൾക്കാർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ നോർമൽ യൂസറായിട്ട് അല്ലെങ്കിൽ ഒരു അറ്റാക്കർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇപ്പോൾ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്താണെന്ന് നോക്കാം. സോ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇത് യൂസറിൽ നിന്ന് ഡയറക്റ്റ് ഒരു അഡ്മിനിലോട്ടാണല്ലോ പോകുന്നത് പ്രിവിലേജ് എസ്കലേറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ ബ്രോക്കൺ ആക്സസ് കൺട്രോൾ വൾനറബിലിറ്റി ഉള്ളത്. ഓക്കെ, ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ ആകുമ്പോൾ ഒരു യൂസറിന് മറ്റൊരു യൂസറിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വായിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരാൾക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട് വേറൊരു യൂസറിന് എൻ്റെ ഡീറ്റെയിൽസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയും. ഓക്കെ, സോ മെയിൻലി ഈ ഒരു ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ വരാനുള്ള റീസൺ എന്താണെന്ന് നോക്കാം. വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ വരാനുള്ള കാരണം എന്താണെന്ന് നോക്കാം. അൺപ്രൊട്ടക്റ്റ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ അഡ്മിൻ്റെ ഫങ്ഷനാലിറ്റി എല്ലാം അൺപ്രൊട്ടക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാതൊക്കെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ ഉണ്ടാകുന്ന വൾനറബിലിറ്റിയാണ് ഈ അൺപ്രൊട്ടക്റ്റഡ് ഫങ്ഷനാലിറ്റി റിലേറ്റഡ് പ്രിവിലേജ് എസ്കലേഷൻ. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് എന്ന് വെച്ചാൽ ഒരു അഡ്മിൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ അഡ്മിൻ പാനൽ ഡയറക്റ്റ് ഒരു യൂസറിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഈ അഡ്മിൻ എന്ന് പറയുന്ന ഈ ഒരു ഡയറക്ടറി ഒരു വെബ്സൈറ്റിൽ ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നതെന്ന്, അല്ലേ, ഒരു അറ്റാക്കർ. ഓക്കെ, സോ അതിനായിട്ട് എല്ലാ വെബ്സൈറ്റിലും robot.txt എന്ന് പറഞ്ഞൊരു ഫയൽ കാണും. ആക്ച്വലി ആ ഫയലിൻ്റെ അകത്ത് മേ ബി ചിലപ്പോൾ അവർ ആ ഒരു ഡയറക്ടറിയും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഡോണ്ട് അലോ എന്ന് പറഞ്ഞിട്ട് അലോ ചെയ്യാത്ത കുറേ ഡയറക്ടറീസ് ലിസ്റ്റായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അലോ ചെയ്യുന്ന കുറേ ഡയറക്ടറീസൊക്കെ ലിസ്റ്റ് ചെയ്യും. മേ ബി ആ ഒരു വഴി കൂടെ നമുക്ക് ആ ഒരു അഡ്മിൻ എന്ന് പറയുന്ന ഡയറക്ടറി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റാണ് ഡയറക്ടറി ബ്രൂട്ട് ഫോഴ്സിംഗ് എന്ന് പറയുന്നത്. വെച്ചാൽ കുറേ കോമൺ ആയിട്ട് വരുന്ന ഒരു വേഡ് ലിസ്റ്റാണ് ഡയറക്ടറിയുടെ. ഓക്കെ, അത് വച്ചിട്ട് നമ്മൾ ടൂൾസ് ഉണ്ട്, DIR സെർച്ച്, ഡർബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടൂൾസ് ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് അവർ ബ്രൂട്ട് ഫോഴ്സ് ചെയ്യും. റിക്വസ്റ്റ് കുറേ അയച്ചു നോക്കുമ്പം ഈ ഡയറക്ടറിയൊക്കെ അവിടെ അവൈലബിൾ ആണെങ്കിൽ 200 OK എന്ന് പറഞ്ഞ് വരും. ഓക്കെ, സോ നിങ്ങൾ എനിക്ക് അറിയില്ല, ബിക്കോസ് ഇപ്പോൾ തന്നെ എനിക്കൊരു കോപ്പിറൈറ്റർ ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. സോ അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ബഗ് ബൗണ്ടി സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും. ബട്ട് എനിക്ക് 100% ഷുവർ പറയാൻ പറ്റില്ല. ഓക്കെ, എനിവേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇനി അടുത്തൊരു അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞൊരു ലാബാണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ അഡ്മിൻ പാനൽ അൺപ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. എന്നിട്ട് ആ ഒരു ലാബിൽ കയറിയിട്ട് ആ ഒരു കാർലോസ് എന്ന് പറഞ്ഞ ആ ഒരു ആളെ, ആ ഒരു യൂസറിനെ ഡിലീറ്റ് ആക്കണം. അപ്പോൾ ആ ഒരു ലാബ് സോൾവ് ആവും. ഞാൻ ഇവിടെ ഓൾറെഡി സോൾവ്ഡ് ആണ്. ഞാൻ പഠിച്ച ടൈമിൽ ഇത് ഓൾറെഡി സോൾവ് ചെയ്ത ലാബാണ്. സോ ഇവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ നോക്കാം. ജസ്റ്റ് robot.txt എന്ന് പറഞ്ഞ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഡിസലോ എന്ന് പറഞ്ഞിട്ട് അഡ്മിൻ പാനൽ ലിസ്റ്റ് ആയിരിക്കുന്ന കാണാം. സോ നമ്മൾ ആ ഒരു അഡ്മിൻ പാനൽ ഓപ്പൺ ആയിരിക്കും, ലോഗിനൊന്നും കാര്യങ്ങളൊന്നും കാണില്ല. അവിടെ നിന്ന് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റും. സോ നമുക്ക് ജസ്റ്റ് ഇത് ആക്സസ് ചെയ്യാം ആ ഒരു ഓക്കെ, സോ നമുക്ക് അതെങ്ങനെയാണ് സോൾവ് ചെയ്യണമെന്ന് നോക്കാം. ഇത് കുറച്ച് ടൈം എടുക്കും. നോർമലി നമ്മുടെ ആ ഒരു ലാബ് സൈറ്റ് ലോഡായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ഒരു
എന്താണ് സൈറ്റ് ലോഡായി വന്നിട്ടുണ്ട്. ജസ്റ്റ് നേരത്തെ നമ്മൾ കഴിഞ്ഞ പാത്ത് ട്രാവേഴ്സിൽ നോക്കിയ കണക്ക് തന്നെ ഇതൊരു എന്താണ് ഷോപ്പിംഗ് സൈറ്റിൻ്റെ ഒരു ക്ലോണാണ്. ജസ്റ്റ് നമുക്ക് സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് /robot.txt എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസലോ അഡ്മിൻ പാനൽ. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും, ഇത് നോർമലി എന്താണ് ടെസ്റ്റിന് വേണ്ടി ചെയ്യുന്ന സൈറ്റിൽ അല്ല, ഇത് നോർമലി എല്ലാ സൈറ്റിലും ഈ ഒരു രീതിയിൽ തന്നെയാണ് കാണുന്നത്. ജസ്റ്റ് ഞാൻ ബഗ് ബൗണ്ടി ഒരു സൈറ്റാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ പോയിട്ട് robot.txt എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഓൾറെഡി ഉള്ളൊരു സൈറ്റാണ്. സോ അവിടെയും ഈ ഒരു രീതിയിൽ അവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. സോ ഇവിടെയും WP അഡ്മിൻ ഉണ്ട്, ബട്ട് ഇവിടെ അവർ പ്രോപ്പറായിട്ട് തന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. സോ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ 404 അങ്ങനെ എന്തോ ആണ് അടിക്കുന്നത്. സോറി, അവിടെ ഒരു സ്പേസ് വന്നു. ഓക്കെ, WP അഡ്മിൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ദിസ് പേജ് ക്യാൻ ഫൗണ്ട് എന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ റെസ്പോൺസ് എന്താ വന്നതെന്ന് നോക്കാം. ലോഡ് ചെയ്യാൻ 403 ആണോ എന്താ സംഭവം? ആക്ച്വലി അത് ലോഡാവുന്നില്ല. മേ ബി അവർ ഡിസലോ ചെയ്ത് വച്ചിരിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലോട്ട് തന്നെ വരാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്മിനിസ്ട്രേറ്റർ പാനൽ എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, സോ നോർമലി ഒരു വണ്ണബിൾ അല്ലാത്ത സൈറ്റാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറക്ടറി ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അവർ പ്രൊട്ടക്റ്റാക്കി വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലോഗിൻ ചെയ്യാനുള്ളൊരു ലോഗിൻ പാനലോ അഡ്മിൻ ലോഗിൻ പാനലോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടതാണ്. സോ നമുക്കിവിടെ നോക്കാം അഡ്മിൻ പാനൽ ഉണ്ടോ ഇല്ലയെന്ന്. സോ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാം ഡയറക്റ്റ് ലോഗിനായി. ഇവിടെ യൂസർ എന്നും പറഞ്ഞ് 2 യൂസർ ഇവിടെ കാണാം. ജസ്റ്റ് ഡിലീറ്റ് കൊടുക്കുക, നമ്മളെ ലാബ് സോൾവായി. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഒരു വണ്ണബിലിറ്റി. ഓക്കെ, സോ അൺപ്രൊട്ടക്റ്റഡ് അഡ്മിൻ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്ന ഒരു വണ്ണബിലിറ്റി. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ പ്രോപ്പറായിട്ട് ഒതൻറ്റിക്കേഷൻ ഇല്ല, അതിൻ്റെ പ്രശ്നമാണ്. നോർമലി ലോഗിൻ പേജ് അഡ്മിൻ ആയിട്ട് കയറണമെങ്കിൽ അവിടെ ഒരു ലോഗിൻ പേജ് കാണും. ആ ഒരു ലോഗിൻ പേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ, അത് മാത്രമല്ല അവിടെ ഡിസലോ കൊടുത്തതിന് ശേഷവും നമുക്ക് ആ ഒരു ഡയറക്ടറി ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ പാർട്ടായിട്ടാണ് ഈ ഒരു വണ്ണബിലിറ്റി വന്നിരിക്കുന്നത്. സോ കഴിഞ്ഞില്ല. നെക്സ്റ്റ് ഇതുപോലെ ഒരു ലാബാണ് അൺപ്രൊട്ടക്റ്റഡ് ഫങ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു ലാബുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ബിക്കോസ് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട് വീഡിയോ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ സൈബർ സെക്യൂരിറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.